ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം, അത് ഉപയോഗിക്കേണ്ട രീതിയിലാണ് കാര്യം. ഞാനിതെന്താന്ന് ഇവിടെ പറഞ്ഞു വെച്ചാൽ, ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു റിച്ചസ്റ്റ് മാനിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മണി മാനേജ്മെന്റ് പഠിക്കണം. മണി എങ്ങനെ മാനേജ് ചെയ്യാം പറഞ്ഞില്ല. ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം, അത് ഉപയോഗിക്കേണ്ട രീതിയിലാണ്. എത്ര പണം കിട്ടുന്നു എന്നുള്ളതിലല്ല കാര്യം, അതെങ്ങനെ ചെലവാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം, ഇത് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടു നടന്നാലേ ഇത് നമുക്ക് സക്സസ് ആയിട്ട് റിച്ചസ്റ്റ് മാൻ ആവാൻ പറ്റുള്ളൂ. ഏതൊരു സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ കഴിയും. കേരളത്തിലെ ജീവിതശൈലി വെച്ച് ഇതെങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ഈ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടുന്നവർക്ക് ഞാൻ പേഴ്സണൽ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റിൽ ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ ഒരു റൂളിന്റെ പേരാണ് 50-30-20 റൂൾ. ഇത് അപ്ലൈ ചെയ്താൽ ഏത് പാവപ്പെട്ടവനാണെങ്കിലും അവർ റിച്ചസ്റ്റ് ആയി തീരും. അത് 100% ഉറപ്പാണ്, പ്രൂവൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നീഡ്സിലേക്ക് കിടക്കാം. നീഡ്സ് 50%. നീഡ്സിൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഹൗസ് റെന്റ്, ഹോം ലോണ്, ഗ്രോസറി, റേഷൻ ഐറ്റംസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, ഇന്റർനെറ്റ്, മൊബൈൽ, ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നീഡ്സിൽ നമ്മൾ നോക്കി ചെലവാക്കേണ്ടത്. ആ 50% അതിനാണ് മാറ്റി വെക്കേണ്ടത്. അത് ആവശ്യ ചെലവുകളാണ്. ഇനി 30% വാണ്ട്സ്, അതായത് ഐച്ഛിക ചെലവുകൾ. അതായത് നമ്മൾ ഈ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക, അത് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുക, മൂവിക്ക് പോവുക, അതുപോലെ ഷോപ്പിംഗ്, ട്രാവൽ എക്സ്പെൻസ്, ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഓണം, ഈദ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണത്തിന്, അതൊക്കെയാണ് വാണ്ട്സ്. അതിനൊരു 30% മാറ്റി വെക്കണം. ഇനിയുള്ളത് സേവിങ്സ് ആണ്, 20% സേവിങ്സ്. ആ 20% സേവിങ്സിൽ തന്നെ എമർജൻസി ഫണ്ടായിട്ട് ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ SIP-ലോ ഗോൾഡിലോ എന്നിവിടങ്ങളിൽ എടുത്തു വെക്കുന്നതാവും ബെറ്റർ ഓപ്ഷൻ. ഹെൽത്ത് ഇൻഷുറൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഒരു ചെറിയ എമൗണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ, മന്ത്ലി അല്ലെങ്കിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഈ എമർജൻസി ഫണ്ട് ഉള്ളത് അത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്രയും വളരെ മികച്ച രീതിയിലായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ റൂൾ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം, പക്ഷെ ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് മടുക്കാത്ത രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തതാണ്. നീഡ്സ് 50%, വാണ്ട്സ് 30%, സേവിങ്സ് 20%. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ വിജയിക്കും, നിങ്ങൾ സക്സസ് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് കേരളത്തിൽ എങ്ങനെ ഇതിന്റെ ബഡ്ജറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്താൽ മതി.